ശ്രീ ജനാർദ്ദനാണ് വയനാട്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പണിമുടക്കുന്നതിനെ പുതിയ കാലത്തിന്റെ രീതിയിലേക്ക് എങ്ങനെ നന്നായി നടത്താൻ കഴിയും? പണിമുടക്കുന്നതാണ്. പണിമുടക്കിയാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാലാണ് കാര്യങ്ങൾ നേടാൻ പറ്റും. എല്ലാം നമ്മൾ പണിമുടക്കി സമരത്തിലൂടെ നേടിയെടുത്തിട്ടുള്ളൂ. ഈ കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളും സമരത്തിലൂടെ നേടിയെടുത്തത്. സമരത്തിലൂടെ നേടാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാ സ്വാതന്ത്ര്യം നേടി നമ്മൾ സമരത്തിലൂടെ എല്ലാം നമ്മൾ പണിമുടക്കി നേടി നമ്മൾ സമരത്തിലൂടെ ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നടക്കാത്ത അവിടെ ഉള്ളത് മതി. ഒരു സമരം വേണ്ട, ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് ഏറ്റെടുക്കും. അത് മതി. അതാണ് പ്രതികരിക്കല്ല. ഇവിടെ പ്രതികരിക്കും. ഇവിടെ പ്രതികരിക്കണമെങ്കിൽ കേരളം ഇനി ആര് വെച്ചാലും ഇവിടെ പ്രതികരിക്കും. അതിന് തെറ്റായ നയത്തിലൂടെ ഭരണകൂടം പോകുകയാണെങ്കിൽ അതിന് പ്രതികരിക്കും. അതാണ് ഇവിടുത്തെ സ്നേഹം. അത് ഏത് കൊമ്പൻ വെച്ചാലും അതിന്റെ ഹായ് ചങ്ങായിമാരെ, ദേശീയ പണിമുടക്ക്, അതും കേരളത്തിൽ മാത്രം. അപ്പൊ ദേശീയ ഭാഷയിൽ പറഞ്ഞ ഇതൊരു ദേശീയ അപരാധമല്ലേ? ആണല്ലോ. ന്യൂസ് 18 പൊതുവേദിയുടെ ചർച്ചയാണ് നിങ്ങളിപ്പോ കേട്ടത്. അതിൽ അവതാരകനടക്കം ഭയങ്കര സപ്പോർട്ടാണ്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അദ്ദേഹം നല്ല ഒന്നാന്തരൻ 916 കമ്മിയാണ്. സമരം ചെയ്യുന്ന ആണല്ലോ കമ്മികളുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത്. അതിപ്പോ വല്ലപ്പോഴും ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു സങ്കടം മാത്രമാണ് അവർക്കുള്ളത്. ഇത്ര മാത്രം നഷ്ടങ്ങൾ കേരളത്തിന് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ ദേശീയ പണിമുടക്ക് നടത്തുന്നത്? ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ പണിമുടക്കുണ്ടോ? അവര് പണിമുടക്കില്ലാതെ ഒന്നുമില്ല, അവിടെ ഉണ്ട് പണിമുടക്ക്. പക്ഷെ ഇതുപോലെ അല്ലെന്ന് മാത്രം. പണി മുടക്കാനുള്ള അവകാശത്തെക്കാൾ ഒരു പടി മേലെയാണ് പണിയെടുക്കാനുള്ള അവകാശം. സംഘടിതരായ ഒരു ന്യൂനപക്ഷം അസംഘടിതമായ ഭൂരിപക്ഷത്തിന് മേൽ നടത്തുന്ന കടന്നാക്രമണമാണ് ഈ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന ആഭാസകരമായ ബന്ധം. ഈ സമരം കൊണ്ട് നമ്മുടെ ഖജനാവിന് എത്ര രൂപ നഷ്ടമുണ്ടായിട്ടുണ്ടാവും? എല്ലാം നോക്കണ്ട, KSRTCക്ക് മാത്രം എത്ര നഷ്ടമുണ്ടായിട്ടുണ്ടാവും? പിണറായി വിജയനും പി രാജീവും ഒക്കെ പറയുന്ന നിക്ഷേപ സൗഹൃദം ഉണ്ടല്ലോ, ഈ നിക്ഷേപ സൗഹൃദത്തിൽ ഇന്ത്യയിൽ കേരളത്തിന് എത്രാമത് സ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? 28ാം സ്ഥാനം. കാരണം അതിന്റെ താഴേക്ക് സ്ഥാനം കൊടുക്കാൻ ഇല്ല. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് 1ാം സ്ഥാനമാണ് നമുക്ക്. നമ്മളെല്ലാത്തിലും നമ്പർ 1 ആണല്ലോ. അപ്പൊ പുറകിൽ നിന്ന് ഈ കാര്യത്തിൽ 1ാം സ്ഥാനമുണ്ട്. നമ്മൾ അടച്ചുപൂട്ടിയ കമ്പനികളുടെ മൂല്യം നോക്കിയാൽ 20,000 കോടി രൂപയുടെ മൂല്യമുള്ള കമ്പനികൾ നമ്മൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അതിന്റെ വരുമാനം എന്ന് പറയുന്നത് 10,000 കോടിയോളം വരുമാനം വരാവുന്ന കമ്പനികൾ ആണ് നമ്മൾ അടച്ചുപൂട്ടിയത്. അത്രയും കോടികളാണ് കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമായിട്ടുള്ളത്. ഈ നിക്ഷേപ സൗഹൃദ പട്ടികയിൽ 1ഉം 2ഉം സ്ഥാനം ആർക്കാണെന്ന് അറിയാമോ? ആന്ധ്രാപ്രദേശിനാണ് 1ാം സ്ഥാനം. നമ്മൾ ഈ കളിയാക്കി ഇരിക്കുന്ന ആ ഒരു UP ഉണ്ടല്ലോ, ആ UPയുടെ ലെവല് വേറെയായി. അവരിന്ന് നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനത്താണ്. UPയിൽ നിന്ന് എന്തെല്ലാം കമ്പനികൾ ഉണ്ടെന്ന് അറിയാമോ? അവിടെ നിന്ന് കാർ കമ്പനികളുണ്ട്, മൊബൈൽ ഫോൺ കമ്പനികളുണ്ട്, 2 വീലർ കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിൽ ടാങ്കുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, മിലിറ്ററിക്ക് വേണ്ടി വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ, റോക്കറ്റിന്റെയും വിമാനങ്ങളുടെയും പാർട്സുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ വരെ ഇന്ന് UPയിലുണ്ട്. നമുക്ക് അവരെ കളിയാക്കാം അല്ലേ? ഇങ്ങനത്തെ കമ്പനി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അയ്യേ. ഞങ്ങൾക്ക് നല്ല ചെങ്കുടി ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്. ഇപ്പൊ പുതിയ തുടങ്ങിയിട്ടുണ്ട് പച്ചക്കുടി ഉണ്ടാക്കുന്ന കമ്പനി, അതുകൊണ്ട്. നമുക്ക് 28ാം സ്ഥാനവും ആന്ധ്രയ്ക്കും UPക്കും 1ഉം 2ഉം സ്ഥാനവും കൊടുത്തത് ആരാന്നറിയാമോ? വേൾഡ് ബാങ്ക് ആണ്. അതുകൊണ്ട് ആ സ്ഥാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട, ഉള്ളതാ. ഈ സ്ഥാനമൊക്കെ എങ്ങനെ കിട്ടിയെന്നറിയാവോ? ഈ സ്ഥാനമൊക്കെ എങ്ങനെ മേടിച്ചതാണെന്നറിയാവോ? ഇത് നമ്മൾ സമരം ചെയ്ത് മേടിച്ചതാ. ഈ സ്ഥാനം, ഈ 28ാം സ്ഥാനം നമ്മൾ സമരം ചെയ്ത് മേടിച്ചതാ. നമ്മൾ സമരം ചെയ്ത് പൂട്ടിച്ച കമ്പനികളുടെ പേരെ വായിച്ചാൽ തീരൂല. എന്നാൽ ഈ കണ്ണൂരും തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ പൂട്ടിച്ചത്. വായിച്ചാൽ തീരൂല, എന്നാലും ഞാൻ ചിലതൊക്കെ വായിക്കും. കേരള ഹൈടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽസ്, കേരള സ്റ്റേറ്റ് സാലിസിലിക്കേറ്റ് ആൻഡ് കെമിക്കൽസ്, മെട്രോപൊളിറ്റൻ എഞ്ചിനീയറിംഗ്, കെൽട്രോൺ കൗണ്ടേഴ്സ്, ട്രിവാൻഡ്രം റബ്ബർ വർക്ക്, കെൽട്രോൺ ക്രിസ്റ്റൽസ് ലിമിറ്റഡ്, കെൽട്രോൺ മാഗ്നറ്റീസ്, കെൽട്രോൺ റെസിസ്റ്റേഴ്സ്, കേരള സ്റ്റേറ്റ് ഗാർമെന്റ്സ് ലിമിറ്റഡ്, അൾട്രാസ് വാച്ചസ്, കേരള സോപ്സ് ആൻഡ് ഓയിൽസ്, കേരള കൺസ്ട്രക്ഷൻസ് കമ്പോണൻസ്, ആലപ്പുഴ സ്കൂട്ടേഴ്സ്. ഈ സ്കൂട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ് നമുക്ക് പണ്ടൊരു സ്കൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടായിരുന്നു, അത് ആലപ്പുഴയായിരുന്നു, അത് പൂട്ടിച്ചു. ഇപ്പൊ നമുക്കിവിടെ ഒരു സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനി പോലും ഇല്ല. കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ്, കേരള പവർ ഡിവൈസസ്, തൃശ്ശൂരിലെ കെൽട്രോൺ റെക്ടിഫയേഴ്സ്, പാലക്കാടുള്ള അഗസ്ത്യ ബയോഫാം, പാർവതി മിൽസ് കോട്ടയം, മൈക്രോടെക്സ് ബാറ്ററീസ്, ട്രാവൻകൂർ ഇലക്ട്രോകെമിക്കൽസ്,
തിരുപ്പതി മിൽസ് കണ്ണൂർ, ഗ്വാളിയർ റയോൺസ് മാവൂർ, വളപട്ടണം പ്ലൈവുഡ് ഫാക്ടറി, PSCL ഗ്ലാസ് ഫാക്ടറി, സ്ത്രീശക്തി പേപ്പർ മിൽസ്. സ്ത്രീശക്തി, അപ്പൊ സ്ത്രീകളായിരിക്കില്ല അത് കൂട്ടിച്ചത് അല്ലെ. നാട്ടിക കോട്ടൺ മിൽസ്, കോമളപുരം സ്പിന്നിംഗ് മിൽസ്, പുനലൂർ പേപ്പർ മില്ല്, നിലമ്പൂർ വുഡ് ഇൻഡസ്ട്രീസ്, സ്പിന്നിംഗ് മിൽസ് ആലപ്പി, ഉഷ ലാറ്റക്സ് വൈക്കം, കോൺട്രാക്ട് കാലിക്കറ്റ്, മധുര കോട്ട്സ് സിഡ്കോ പച്ചാളം, മധുര കോട്ട്സ് എന്ന് പറഞ്ഞാൽ ബാച്ചുമ്മിയാണ്. മധുര കോട്ട്സ് കൂട്ടിച്ചു. സിഡ്കോ പച്ചാളം, ബോട്ടിൽ വാഷിംഗ് പ്ലാന്റ് എറണാകുളം, സിറിഞ്ച് മേക്കിംഗ് പ്ലാന്റ് പാലക്കാട്, കേരള സ്പിന്നേഴ്സ് ആസ്പിൻവാൾ, തോഷിബ ആനന്ദ്, പ്രീമിയർ, സൗത്ത് ഇന്ത്യൻ വേഴ്സ്, പ്രീമിയർ ടയേഴ്സ്, ഇതൊക്കെ സമരം ചെയ്ത് നമ്മൾ കൂട്ടിച്ചതാണ്. ഇതുപോലുള്ള അഗ്രസീവ് ആയിട്ടുള്ള സമരങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെന്നാ പറയാമോ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, എല്ലാവർക്കും റോഡിലൂടെ നടക്കാനുള്ള അവകാശം, ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം, സമത്വത്തിന് വേണ്ടിയുള്ള അവകാശം, ഇങ്ങനെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്ത സമരങ്ങളൊക്കെ ഇത്തരം സമരങ്ങളിലൂടെ മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. അത് ആവശ്യമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്ത സമരങ്ങളെല്ലാം നമ്മളെ തന്നെ തോപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സമരങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം വോട്ടില് വെടിവെക്കുന്ന തരത്തിലുള്ള സമരങ്ങളായിരുന്നു എന്നർത്ഥം. ഈ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ് കേരളത്തില് ഈ അപരാധം കാണിച്ച ചെറ്റകളോട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യുന്നതെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ പോയി സമരം ചെയ്യുക. അതല്ലാതെ കേരള സർക്കാരിനെ ദ്രോഹിച്ച്, കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിച്ച് ഈ മാതിരി അപരാധ സമരം ഇത് നിങ്ങൾ അവസാനിക്കുക. ഇനി മേലാൽ ഇത്തരം സമരങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ ഇന്ന് എന്റെ പണിയും കളഞ്ഞ് ഈ കൊണച്ച പണിമുടക്ക് നടത്തിയ എല്ലാ ചെറ്റകൾക്കും സുല